ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റു, അരി അടുപ്പിലിട്ടു. അത് കഴിഞ്ഞിട്ട് ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ തന്നെ പാല് കാച്ചാനായിട്ട് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ പാല് നാളെ രാവിലെ ചായക്ക് വേണ്ടിയിട്ടാണ് കാച്ചി വെച്ച് അതിൽ നിന്നിങ്ങനെ പാട ഇട്ട് ക്രീമെല്ലാം അരിച്ചൊഴിച്ചിട്ട് ചായക്ക് വെക്കും. അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികൾ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചോറിന് വേണ്ടിയിട്ട് പടവലങ്ങ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ തിരുകാൻ പോകുന്നു. അങ്ങനെ തേങ്ങയൊക്കെ തിരുകിയിട്ടുണ്ട്. പടവലങ്ങ തോരന് വേണ്ടിയിട്ടാണ്. അരപ്പ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 3 കാന്താരി മുളകാണ്. നമ്മളെ പെരയിടത്തിലുള്ള മുളകാണിത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. രാവിലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കുന്ന തിരക്ക് പിടിച്ച ജോലിയാണ്. അങ്ങനെ ഇവിടെ എല്ലാം റെഡിയാക്കുന്നുണ്ട്. തോരന് വേണ്ടിയിട്ട് താളിച്ച് വെച്ച് കൊടുക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഉണക്കമീനാണ് ഫ്രൈ ചെയ്യുന്നത്. അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ലഞ്ച് കൊടുത്തു വിടണം. ഹസ്ബൻഡൊക്കെ രാവിലെ കടയിൽ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്നാണ് റെഡിയാക്കുന്നത്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോറിനുള്ള കറിയാണ് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. തീയലാണ്. പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ചോറ് വെന്തിട്ടുണ്ട്. അതൊന്ന് വടിച്ച് ഇടാൻ പോവുകയാണ്. അതിലെ കഞ്ഞിവെള്ളം നമ്മൾ രാവിലെ കുടിക്കാൻ തന്നെ എടുക്കും. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചിട്ട് ചോറ് വടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ചോറ് വെള്ളം തുറന്ന ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളം ഇച്ചിരി ഒഴിച്ചിട്ടൊന്ന് പൊരിക്കാൻ ഇടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഇന്നലത്തെ സാമ്പാർ വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ചൂടാക്കി രാവിലത്തേക്ക് എടുക്കും. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ രാവിലെ തന്നെ കളിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്ലീനാക്കിയ ശേഷം പിന്നെ അങ്ങോട്ട് റെസ്റ്റാണ്. വേറെ ജോലിയൊന്നുമില്ല. അങ്ങനെ നമ്മളെ വീട് ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.